ശ്രീ എം കെ ഹരിദാസ് എന്തു തോന്നുന്നു? പോലീസുകാർക്ക് ഇതാണ് അവസ്ഥ. ഉദ്യോഗസ്ഥന്റെ കാര്യമാണെങ്കിൽ വലിയ കഷ്ടമാണ്. പുള്ളി സാമൂഹ്യ സേവനം എന്നുള്ള നിലയിൽ കൂടി ഡ്യൂട്ടിയെ കാണുന്ന ആളാണ്. ജനമൈത്രി പോലീസ് നടത്തുന്നു, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് നടത്തുന്നു, എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടിയത് ഇതാണ് പ്രതിഫലം. ഈ ചാലക്കുടിയിലെ ഒരു SFI നേതാവ് അവിടുത്തെ സബ് ഇൻസ്പെക്ടറെ കുറിച്ച് നടത്തിയ ഒരു പ്രസംഗത്തിന് ഞാനതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അതിനുശേഷം എനിക്ക് പരിചയമുള്ള ഒരു 4-5 സർക്കിൾ ഇൻസ്പെക്ടർമാരൊക്കെ ഉണ്ട്. അതിൽ 1-2 ആൾക്കാർ റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു 3 പേര് ഇപ്പോഴും സർവീസിലുണ്ട്. അവരൊക്കെ റിട്ടയർ ആവാൻ 2 കൊല്ലം 1.5 കൊല്ലമൊക്കെ ബാക്കി നിൽക്കുന്നവരാണ്. അവരൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തപ്പോൾ അഭിലാഷ് പറഞ്ഞത് എന്താണെന്നറിയോ? ഇപ്പോൾ ഈ അടി കൊണ്ട ഈ ചെകിടിൻ്റെ കർണപടം പൊളിഞ്ഞ ആ SI പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. വേറെ എന്തെങ്കിലും പണി ഈ പ്രായത്തിൽ കിട്ടുക, കാരണം മക്കളൊന്നും എവിടേക്കും എത്തിയിട്ടില്ല, കുടുംബം പുലർത്താൻ മറ്റ് യാതൊരുവിധ മാർഗ്ഗങ്ങളുമില്ല, അല്ലെങ്കിൽ ഈ പോലീസ് ജോലി വിട്ടാലോ എന്ന് ചിന്തിക്കുന്ന 2-3 പേര് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നു പോലീസ് സേനയിലെ സംസാരം തന്നെ ഇപ്പം ഇതാണ്. കാരണം ആത്മവിശ്വാസം അത്രത്തോളം തകർന്ന ഒരു നിലയിലാണ് കേരള പോലീസ്. 2016 ജൂണിലെ ഈ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ആദ്യമായി അധികാരത്തിൽ കയറിയിട്ട് അദ്ദേഹം നടത്തിയൊരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതാണ്. അതായത് കർത്തവ്യ നിർവഹണത്തിന് തടസ്സം നിൽക്കുന്നവരാരായാലും അത് എൻ്റെ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിൽ പോലും അത് അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ഞാൻ പോലീസിന് അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന്. ഈ വിഷയം അന്ന് വൈകുന്നേരം ഒരു സ്വകാര്യ ചാനൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയപ്പോൾ എനിക്കതിൽ പങ്കെടുക്കേണ്ടി വന്നു. അന്ന് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ സ്പീക്കറായ ശ്രീ ഷംസീറാണ്. അന്ന് ഇപ്പോഴത്തെ സ്പീക്കറിലുള്ള പക്വത അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഈ DYFIയുടെ നേതാവാണെന്നുള്ള അഹങ്കാരത്തോടു കൂടി തന്നെയാണ് ആ ചർച്ചയിൽ പറഞ്ഞത്. എന്താ വെച്ചാൽ അത്തരത്തിൽ മുഖ്യമന്ത്രി പലതും പറയും, പക്ഷേ അതിനോട് പൂർണ്ണമായിട്ടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും അതുമാതിരി തന്നെ DYFIയുടെ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിലും ചെയ്യേണ്ട സമരങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ കർത്തവ്യ നിർവഹണം തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പോലീസ് രംഗത്തെത്തിയാൽ അതിനൊക്കെ ചിലപ്പോൾ എതിർക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ എതിർക്കപ്പെടുന്നത്. ചാലക്കുടിയിലായാലും ഇവിടെ ആയാലും. എന്താണ് അഭിലാഷ് പേട്ട എന്ന പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്? അതായത് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ മോട്ടോർ വാഹന നിയമം ലംഘിച്ച ഒരു DYFI നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ട് എന്തോ വാക്ക് തർക്കത്തിൻ്റെ പേരിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടേക്ക് വന്ന ഒരു ജനപ്രതിനിധി പറഞ്ഞതെന്താ? ഇവൻ്റെ വീടും ഇവൻ്റെ സഞ്ചാരപാതയും കൂടി കണ്ടുവയ്ക്കാനല്ലേ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും മാധ്യമങ്ങളിൽ കാണിച്ചിട്ടുള്ളതും? ഒരു ജനപ്രതിനിധിയാണ് പറയേണ്ടത്. അപ്പോൾ സംയമനത്തോടു കൂടി പോലീസിന് ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കേണ്ട നേതാക്കന്മാരിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രസ്താവനകളും ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഇത്തരത്തിൽ ഈ DYFIക്കാർക്ക് ഒരു പ്രചോദനമായെങ്കിൽ അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് കുറവിലങ്ങാട് നിന്ന് ഈ പാല ITI എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് എൻ്റെ അറിവിൽ റെജി ലൂക്കോസ് നാട്ടുകാരനാണ് 10 കിലോമീറ്റർ ഉള്ളത്. ഒരു വീഡിയോ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ SFIയുടെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സംഘർഷം അതിൻ്റെ പടിക്കൽ നടക്കുന്നു. ഈ മുണ്ട് വളച്ചു കുത്തിയിട്ട് ഈ 17ഉം 18ഉം വയസ്സായ പിള്ളേര് ഒരു സബ് ഇൻസ്പെക്ടറുടെ നെഞ്ഞത്ത് തള്ളിക്കൊണ്ടാണ് പറയുന്നത്, നീ പോയിട്ട് വണ്ടിയിലിരിക്കടാ, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങൾ തീർത്തോളാം എന്ന് പറയുന്നത് ഈ കുറവിലങ്ങാട് നിന്ന് 10 കിലോമീറ്റർ അകലെയാണ്. അത്തരത്തിൽ ചെയ്തിട്ടുള്ള ആ SFI നേതാക്കൾക്ക് എടുത്തിട്ടുള്ള സമരത്തിൻ്റെ ഗതി എന്തായി? ഇപ്പോൾ ഞാൻ പറയുന്നു, ഈ ചെകിടത്തടി കൊണ്ടിട്ടുള്ള ഈ പാവം പോലീസുകാരനെ സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഈ കേസ് പിൻവലിക്കേണ്ടി വരും. അഭിലാഷെ, പിൻവലിക്കാതെ അദ്ദേഹത്തിന് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഒരു പോലീസ് ഏമാൻ്റെ ADGP മറ്റേ സുദേശ് കുമാറിൻ്റെ മകള് ഇവിടുത്തെ ഗവാസ്കർ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ അടിച്ചിട്ട് അയാൾ കോളർ ബെൽറ്റ് ഇട്ട് നടക്കുന്നത് ഇന്ന് യൂട്യൂബിൽ തപ്പിയാൽ കാണും. ആ കേസിൻ്റെ ഗതി എന്തായി? അപ്പോൾ ഇവിടുത്തെ പോലീസുകാരിൽ നിന്നും പോലീസ് ഏമാന്മാരിൽ നിന്നും പോലീസുകാർ ശിക്ഷിക്കപ്പെട്ടാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ടാലും ഇവിടുത്തെ പോലീസുകാരുടെ കാര്യം അങ്ങേയറ്റം നമ്മൾ പറയില്ലേ അപകടകരമായ സ്ഥിതിയിലാണ്. അവർ ആത്മഹത്യ ചെയ്തിട്ടുള്ള കേസുകൾ നിങ്ങൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടുത്തെ പോലീസുകാരിലെ അഭിലാഷിനെ അറിയുമോ? ഞങ്ങളോടൊക്കെ തുറന്ന് സംസാരിക്കുന്ന 15% പേര് ഈ കൗൺസിലിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് അവർക്ക് കിട്ടുന്ന ലീവിൻ്റെ അനുസരിച്ചിട്ട് അവരെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കൗൺസിലിംഗ് നടത്തിയിട്ടാണ് ജോലിക്ക് വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ പോലീസ് വകുപ്പിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ ഈ പോലീസ് വകുപ്പിനെ ഭരിക്കുന്ന പാർട്ടിയോ ഇവിടെ ചിന്തിച്ചിട്ടുണ്ടോ? റെജി ലൂക്കോസിൻ്റെ വാദഗതിയോടൊന്നും സംസാരിച്ചിട്ട് നമുക്ക് നേരം കളഞ്ഞിട്ട് കാര്യമില്ല. അതിന് അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാനേ സാധിക്കുകയുള്ളൂ. ഇവിടെ എന്താണ് തെരേസ ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരു IPS ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്ത് ACP ആയിട്ട് ചാർജ് എടുത്തു. അവർ ആദ്യമായിട്ട് ആ ജോലിയിലാണ് പ്രവേശിക്കുന്നത്. അന്ന് അവരുടെ പരിധിയിലുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് 4 DYFIക്കാരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റ് DYFIക്കാരെ ഇറക്കിക്കൊണ്ടുപോയി. ആ സ്ത്രീക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് മനസ്സിലായി ഇവർ ആ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന്. അവിടേക്ക് അവർ തെരഞ്ഞു ചെന്നു. പിറ്റേ ദിവസം എന്താണ് ആനാവൂർ നാഗപ്പൻ്റെ പ്രസ്താവന ഉണ്ടായത്?
ആനാവൂർ നാഗപ്പനിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ACPക്ക് വന്നു കയറാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കുന്നിടത്ത് ഈ റെജി ലൂക്കോസ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിന് ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാത്ത കാര്യം പറഞ്ഞിട്ട് കോർണർ ചെയ്തുകൊണ്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാനല്ലേ സാധിക്കുകയുള്ളൂ. ഇനി കളമശ്ശേരിയിൽ എന്താണ് ഉണ്ടായത്? SFI KSU അവിടെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് സംഘർഷം ഉടലെടുക്കുന്നു. അവിടെ അമൃതരംഗൻ എന്ന് പറഞ്ഞിട്ട് ശക്തനായിട്ടുള്ളൊരു സബ് ഇൻസ്പെക്ടർ അവിടേക്ക് ചെല്ലുന്നു. അദ്ദേഹം KSUക്കാരെ അവിടുന്ന് മാറ്റാനുള്ള ശ്രമിച്ചത് അവിടുത്തെ SFIയുടെ 2 നേതാക്കന്മാരെ അദ്ദേഹം അവർക്ക് ആപത്ത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നു. ആ അമൃതരംഗൻ എന്ന് പറയുന്ന പോലീസുകാരനെ ഫോൺ ചെയ്ത സാക്കിർ ഹുസൈൻ എന്ന് പറയുന്ന അവിടുത്തെ ഏരിയ സെക്രട്ടറി പറഞ്ഞതെന്താ? നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയത് ആരെയാണെന്നറിയോ? SFIയുടെ നേതാക്കന്മാരെയാണ്. എന്നോടൊക്കെ ചോദിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ അവരെ പിടിച്ചുകൊണ്ടുപോകുക? ഈ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് അഭിലാഷ്. അപ്പോൾ ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ മാതൃകയായിട്ട് നല്ല സന്ദേശവും നല്ല ഇത്തരം കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടവർ തന്നെ ഇത്തരത്തിൽ പ്രചോദനം നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ട് ഇതിവിടെ CPM ഭരിക്കുന്നത് കൊണ്ടാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഞാൻ ന്യായീകരിക്കാൻ തയ്യാറല്ല. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഈ 2018 അദ്ദേഹത്തിൻ്റെ 4 ശിൽബന്ദികളെ മണൽക്കടത്തുമായിട്ടൊരു സബ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് തുള്ളിയിരുന്ന സീൻ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ തന്നെയാണ് അത് കാണിച്ചത്. എൻ്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അപ്പോൾ ഏറ്റവും മാതൃകയാകേണ്ടത് നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരിൽ നിന്നാണ് അണികൾ പഠിക്കേണ്ടത്. ആ അണികൾക്ക് പ്രചോദനവും ഇത്തരത്തിലുള്ള തീപ്പൊരിയും നൽകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നേതാക്കൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അണികളിലേക്കുണ്ടാകുന്ന ആവേശം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നേതാക്കളായാലും അണികളായാലും ഒരു കാര്യം മനസ്സിലാക്കുക, പുറത്ത് ഈ കാക്കിധാരികൾ ഉണ്ട് എന്ന ധാരണയിൽ ഇവിടെ ഒറ്റയ്ക്കുറങ്ങുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. ഒറ്റയ്ക്കുറങ്ങുന്ന ഒരുപാട് എന്താ പറയേണ്ടത് പ്രായപൂർത്തിയായ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടുറങ്ങുന്ന വീട്ടമ്മമാരുണ്ട്. അതുമാതിരി തന്നെ ഗ്രഹനാഥന്മാരുണ്ട്. ഇവർ പുറത്തുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവരുടെ ആ ആത്മവിശ്വാസത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രവർത്തികൾ, കുൽസിത പ്രവർത്തികൾ കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാൻ പോകുന്നില്ല. നമ്മളുടെ പോലീസ് സേന എന്നും മറ്റ് 27 സ്റ്റേറ്റുകളേക്കാൾ നല്ലൊരു പോലീസ് സേന എന്നുള്ളത് ഇന്ന് ആത്മവീര്യം നഷ്ടപ്പെട്ട ഒരു പോലീസായി മാറിയിരിക്കുകയാണ് അഭിലാഷ്. ശരി.